അച്ഛൻ ഒരിടത്താക്കിയിട്ട് പോയതാണ്. എത്രയോ നാളായി. അഭിരാമി, അച്ഛൻ പൈസയൊക്കെ അയച്ചു തരുമായിരുന്നു. എങ്ങനെയായിരുന്നു അത്? അത് അയച്ചു തരുന്നൊന്നും എന്റെ അച്ഛമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു സത്യം പറഞ്ഞ. അപ്പോ എന്നിട്ട് നിങ്ങൾക്ക് അമ്മയെ കാണാതെ പോയത് എന്തുകൊണ്ടാ? അമ്മയച്ഛനും തമ്മില് വിഷയായിരുന്നു. അവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു തന്നെയാണ്. പക്ഷെ എന്താ കാര്യം, അവര് തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് അഭിരാമി ഉണ്ടായിരുന്ന ശേഷം ഇവര് തമ്മിൽ ബന്ധമില്ല. ഇല്ല. അഭിരാമി എവിടെയാ വളർന്നേ? ഞാൻ ജനിച്ചപ്പോ മുതൽ എന്റെ അച്ഛനമ്മയും ചാലക്കുടിയിൽ വെച്ചിട്ട് അച്ഛമ്മയുടെ അനിയത്തിയാണ് നോക്കിയിരുന്നത്. അച്ഛമ്മയുടെ അനിയത്തിയാണ് നോക്കിയിരുന്നത്. അച്ഛമ്മയുടെ വേറൊന്നുമില്ല, ഇതിൽ ഇത്രയേ ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ കുറെ സംഭവങ്ങളുണ്ടെങ്കിൽ അതൊന്നല്ല വിഷയം. അതായത് ഇവിടെ വന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഈ പ്രോഗ്രാം എല്ലാവരും കാണും എന്നുള്ള കാര്യം ഉറപ്പാ. കാരണം അത്രയും പരിചയത്തിൽ പോകുമ്പോ അവള് പറഞ്ഞത്ര എല്ലാരും കാണുന്നുണ്ടെങ്കിൽ, എന്റെ അമ്മ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോള് ജീവിച്ചിരിക്കണമെന്ന് അറിഞ്ഞാൽ മതി. കാണാൻ വരാനൊന്നും വേണ്ട, എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, കണ്ടാ മതി. ഇങ്ങനെ മോള് ജീവിച്ചിരിക്കേണ്ട പേര് അഭിരാമി എന്നായിരുന്നു അറിയണം. അത് എന്നോട് പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്റേതായിട്ടുള്ള എന്റെ ഫാമിലി ഉണ്ടല്ലോ, അവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നീ കല്യാണം കഴിഞ്ഞിട്ട് ഇവളെയും കൂട്ടിയിട്ട് എല്ലായിടത്തേക്കും പോകണമെന്ന് ചോദിക്കാറുണ്ട്. എല്ലാവരും ചോദിക്കും എന്തിനാണ് പെണ്ണിനെ എന്തിനാ നീ എല്ലായിടത്തേക്കും കൊണ്ടുപോകണേ. അതിനുള്ളൊരു ഉത്തരം കൂടിയാണത്. കാരണം ഞാനല്ല കലാകാരൻ, എന്റെ ഭാര്യ അതിനായിട്ട് വലിയൊരു കലാകാരിയാണെന്ന് എനിക്ക് അറിയിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനെങ്കിൽ എന്തായാലും ഇവിടെ വന്നതിനൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്നെക്കാളും വലിയൊരു കലാകാരിയെ ഞാൻ കണ്ടുപഠിപ്പിച്ചപ്പോ സത്യമായിട്ടും അതാണ് ജീവിതത്തിൽ കൂടെ കൂട്ടിയതിന് കാരണം. താങ്ക് യു. പക്ഷേ എല്ലാവരോടും ചേച്ചി, എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമുണ്ട്. ലളിതാമ്മ, മാമുക്ക, ഈ കുട്ടിക്ക് അമ്മ ആരാണെന്ന് ചോദിച്ചിട്ട് ഇതുവരെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അമ്മയുടെ പേര് ബിന്ദു എന്നാണ്. അപ്പൊ അമ്മ കാണുന്നുണ്ടെങ്കിൽ അമ്മയടുത്ത് പറയും. കണ്ടിരിക്കുന്ന ജനങ്ങളോട് ആ ക്യാമറ നോക്കി പറ, അമ്മ ബിന്ദു എന്ന് പേരുള്ള അഭിരാമിയുടെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാരും അറിയാം. അമ്മേ, എന്നെ ഒരു പ്രാവശ്യമെങ്കിലും നെറ്റിയിലൊരു ഉമ്മ തന്നെ പോലും അമ്മയ്ക്ക് തോന്നിയിട്ടില്ല എന്റെ അമ്മ. ഞാൻ എന്റെ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെയാണെങ്കിലും ഇവിടുന്ന് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി ജീവിച്ചിരിക്കുന്ന ഓർമ്മ ഒന്ന് കണ്ടു. എന്തിനാ അമ്മ കാണൂല്ലേ? ഈ കുട്ടി പക്ഷെ ഈ ഒരു വേദിയിലേക്ക് എത്തുന്നതിന് തന്നെ കാരണം ഈ അമ്മയെ കണ്ടെത്തണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. മനസാക്ഷിയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായും അഭിരാമിയെ കാണാൻ അമ്മ വന്നിരിക്കും. നമുക്ക് ഇത് കണ്ട് വന്നിരിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അഭിരാമിയെ കാണാൻ വരട്ടെ. അഭിരാമിയുടെ അമ്മ വരുവാണെന്ന നിലയിൽ ഇവിടെ കൂടി നമുക്ക് എല്ലാവർക്കും വീണ്ടും നമ്മുടെ എല്ലാവരും മാത്രമല്ല ഈ പെർഫോമൻസ് വേറെ
നല്ല കഴിവുള്ള ഒരു ഭർത്താവിനെയും കിട്ടിയിട്ടുണ്ട് തീർച്ചയായും. അഭിരാമിക്ക്. തീർച്ചയായും മതി.